ഭക്തിയോധനങ്ങൾക്ക് വനരാജിതങ്ങളായിരിക്കുന്ന ഗീതികളെ കൊണ്ട് ബന്ധിച്ച് താൻ സേനത്തുടനെ സേനാപതിയെ വർത്തിക്കുന്ന കാലം രാമന്റെയും വാനര സൈന്യത്തിന്റെ ശക്തിയറിയാനായിട്ട് നിൽക്കുന്നവരായിരിക്കും വ്യവസായമാണ് വളരെ ധർമാവാരിയായിരിക്കുന്ന ഭഗവാന്റെ പ്രമാണാക്ഷരങ്ങളുമായിട്ട് അവർ അകത്തുകൂടാറുന്ന രാവണാന്തികത്തെ പ്രാപിച്ചത് പ്രകാരം ഓരോ വാക്കുകളെ രാജൻ വാനരവാഹിനി പ്രവിഭയാ യുദ്ധുന്ന ശക്യാ ത്വയാ സംഗ്രാമേ ജനേന്ദ്രനൈതാ രാമസ്യ നാസ്തീയഹം അവിടുത്തെ കപ്പലേതുമായിട്ട് വളരെ അവിടുത്തെ കപ്പന എന്തായിരുന്നു വാഴത്തന്മാരുടെയും രാമന്റെയും ശക്തിയും പലതരത്തിലുള്ള കേട്ടറിവ് പിന്നെ കണ്ടറിവ് അത് കഴിഞ്ഞ പിന്നെ അനുഭവിച്ചത് ഇത് മൂന്നും അനവധി വളർത്താമാരായിരിക്കുന്ന വളർത്താമാരോട് കേട്ടു കണ്ടോന്ന് വെച്ചാൽ കണ്ടു എങ്ങനെയാ കണ്ടതല്ലേ ആദ്യം കണ്ടു പോകാതെ പരിപരമായി കൊണ്ട് തരി ജലാവാദം ഒന്ന് നോക്കിയതേ എത്ര വാഴത്താമാരാ ഊറ്റന്മാരായിരിക്കുന്ന വാഴത്താമാരെ കണ്ടോടുകൂടി അവർ നിസാരന്മാരല്ലാതെ ബുദ്ധി എന്നാലും അവിടുത്തെ കൽപ്പനകളുമായിട്ട് അടുത്തുകൂടി ഓരോരുത്തരെ ശക്തി നേരായിക്കൊണ്ടിരുന്നു രാജന്മാരായിരിക്കും ഞങ്ങൾക്ക് വിളവിളിക്കുന്നുള്ള വാഴത്താമാരുടെ പോയാൽ ആപത്തുണ്ടാവും ചിന്തിച്ച് ഞങ്ങൾ വേഷപ്രസംഗനല്ല രണ്ട് വാഹനവേഷം ധരിച്ച് ഞങ്ങൾ രണ്ടുപേരും ഈ വാഴത്താമാരുടെ അപ്പോഴോ അവരെ നല്ലോണം അനുഭവിച്ച് എന്താ അനുഭവിച്ചത് സുഗ്രീവന്റെ അർത്ഥമെന്താ അല്ലെ വാഴത്താമാരെ നിങ്ങളൊക്കെ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം ഈ ഒരു കൽപ്പന കൂടാതെ ഇരുന്ന് നിൽക്കുന്ന ഒരാളും അനങ്ങാൻ പാടില്ല അങ്ങനെ സുഗ്രീവന്റെ കൽപ്പനയുമായിട്ട് വളരെ അച്ചടക്കത്തോട് ഇരിക്കുന്ന വാഴത്താമാരുടെ കയ്യിലേക്ക് ഞാൻ അന്ന് രണ്ടുപേരുന്നോ അടുത്ത് പോയാൽ ഓരോരുത്തർ രണ്ടുപേരെയാണോ കേട്ട് പോയതാ സുഗ്രീവന്റെ കൽപ്പനയ്ക്കാണെന്ന് ഞങ്ങൾ തെളിയില്ലല്ലോ ഞങ്ങൾ രാമസഭല്ലേ വാനരവേഷത്തിലേക്ക് അവിടെ ചെന്നപ്പോയിട്ട് ആരാവിടെ കൽപ്പന കൂടാൻ നടക്കുന്നത് ചിലപ്പുണ്ടാവും സേനാനാഥന്മാർക്കൊക്കെ ഒരു അശ്രദ്ധയാണ് ഓരോരോ സേനാനാഥന്മാരെ ഈ 10,000 വാനത്താൻ 10,000 വാനത്താൻ ഒരു സേനാനാഥൻ ഈ സേനാധിപന്മാർക്കൊക്കെ മറ്റ് സൈന്യങ്ങളിൽ വലിയ കാര്യമായിട്ടുള്ള ശ്രദ്ധയൊന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുക അറിയാത്ത അദ്ദേഹമുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധയാകർഷിക്കുന്നതോ സേനാധിപന്മാർ ശ്രദ്ധയാകർഷിക്കുന്നതോ കേട്ട് ആരാവിടെ കൽപ്പനകളാണ് അറിയാൻ നടക്കുന്നത് അങ്ങനെ ചോദിക്കുക മാത്രമല്ല ഓടി വന്നിട്ട് നല്ലോണം പോലെ അനുഭവിച്ചു എന്ന് മാത്രമല്ല ഉറക്കം രക്ഷണോ എന്ന് പ്രാർത്ഥിച്ചപ്പോ ആ രാമൻ അദ്ദേഹത്തിന് ഒരു അല്പം നേരം ഞങ്ങളെ രണ്ടുപേരും
മാറ്റി നിർത്തി. വേണ്ട 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 വേണ്ട, ഇനി ഒരാളും കൈവയ്ക്കരുത് എന്ന് മാത്രമല്ല, രാമൻ ഒരാള് കാരണം ഞങ്ങൾ ഓരോരോ വാഴത്തന്മാരെ കുടുംബത്തിൽ പോയി. ഓരോരോ വാഴസൈന്യം എത്രത്തോളം ഉണ്ട് എന്റെ അർത്ഥം. അവർ ഓരോരോ ആയുധങ്ങളുമായിരിക്കുന്നവരുടെ പലരുണ്ട്. അങ്ങനെ രാമന്റെ ശക്തി അറിഞ്ഞു. രാമന്റെ ശക്തി അറിയുള്ളൂ. രാമന്റെ ശക്തി എന്താ? ഈ വാഴത്തമാന. ഈ വാഴത്തമാന ശക്തി എന്ന് മാത്രമല്ല, അറിയേണ്ടതൊക്കെ അറിഞ്ഞ് പരമാർത്ഥം ചെന്ന് രാമചക്രവർത്തി രാവണനെ ചെന്നറിയിച്ച് രാവണൻ സന്നാഹത്തോട് സൈന്യസമേതം ആയുധങ്ങളോട് വരട്ടെ എന്നങ്ങനെ പറഞ്ഞു കേട്ടപ്പോ രാമൻ നിസ്സാരല്ലാതെ നോക്കി. രാമൻ ഒരു മനുഷ്യൻ ഒന്നിനും കൊള്ളാത്തവൻ, രാജസന്മാരുടെ ഭക്ഷണ സാധനം അങ്ങനെയൊക്കെ അറിയിച്ചു. പക്ഷേ രാമന്റെ ധൈര്യം കണ്ടപ്പോ എന്തിനു പറയൂ. അങ്ങനെ ഞങ്ങൾ നല്ലോണം പോലെ അനുഭവിച്ചു. യോഗ്യത ഉണ്ടെന്ന് മാത്രമല്ല, അത്തവത്സരമായിരിക്കാം. ഞങ്ങളൊന്ന് ഉറക്കാൻ വിളിച്ചപ്പോഴേക്കന്നെ നീ ഒരാളെ കൈവയ്ക്കരുത്, ഒരാളെ അത്യാശക്തിക്കനുസരിച്ച് എല്ലാവരും പിന്നെ ശിക്ഷകൾ കൂടാതെ അനുസരിക്കണം. ഇവിടെ എത്ര പേരാ പറയാൻ? ആരാ പറഞ്ഞ കഴിക്കാം? ഇവിടെ പറയാൻ ഒരാള് മതി. പറയുന്നത് പോലെ പറഞ്ഞാൽ ഒരാള് മതി. രാമന്റെ വാർത്തി വിട്ട് രാവിലെ ആദ്യപ്പെടാറുണ്ട് ഞങ്ങളെ കൊണ്ടു. സുഖസാരന്മാരെ അപ്പൊ നിങ്ങള് വാഴത്താമ്മനെ എടുത്ത് പോയി രാമന്റെയും വാഴത്താമ്മന്റെ ശക്തിയുടെ അടുത്തു നാ പറയുന്നു കേട്ടെ. ഞങ്ങൾ പറയുമ്പോ എത്ര ശരിയുണ്ടാവും. കാരണം അങ്ങേപ്പോലെ വർത്തമാനം പറയാനുള്ള കഴിവൊന്നും അനുഭവിക്കുക. കേട്ടും കണ്ടും അനുഭവിച്ചത് കൊണ്ട് അങ്ങോട് പറയാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അങ്ങ് പ്രേമേലിരിക്കണം. അത് നമ്മളാണെങ്കിൽ കേട്ടെ. സംഗ്രാമേ ജനീകരേന്ദ്ര ആനരവാഹിനി പ്രതിമയാ ശക്യ അങ്ങക്ക് ഈ വാനരവാഹിനി പ്രതിഭയോട് ഇവളെ കൊണ്ടുവന്നാണ് അവളെ രാവണന്റെ ഒത്തു നിൽക്കാൻ വലിയ യുദ്ധമാണ്. അടുത്ത് എന്ന് അനുഭവിച്ചറിഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞങ്ങള് ആശയത്തിലാണ്. രാജസന്മാര സംഖ്യന്റെ അതിമായാമികളായിരിക്കുന്ന രാജസന്മാരാണെങ്കിൽ പോലും അരകടൽ പോലെ വരുന്ന മഹാത്മാന്മാരുടെ രാജസന്മാരെ നിസ്സാരന്മാരോ അങ്ങാണെങ്കിൽ ലോകം മുഴുവൻ ജയിച്ചിട്ടുണ്ട് വിചാരിച്ചിട്ട് രാവിലെ ജയിക്കാൻ സാധ്യത ഉണ്ടാകും. കാരണം അത്രത്തോളം ശക്തനാണ് രാമൻ. രാമന്റെയും വാഴത്താന്മാരെയും ശക്തി ഞങ്ങൾ വഴിപോലെ ഇവരുടെ രണ്ടുപേരുടെ ഇപ്രകാരം വാക്ക് ഈ പറഞ്ഞത് പരമാർത്ഥം. എന്താണെന്ന് പരിഗ്രഹിക്കാൻ ആയിക്കോട്ടെ. അധികാരികളെ വെച്ചിട്ടുള്ളതാണ്
പിന്നെ ഇവരെ മുതലിലേക്ക് എത്തിച്ചെത്താൻ എവിടെ എനിക്ക് രാവിലെ കാണാൻ പറ്റിയ വാഴത്താമരെ കാണാം. എനിക്ക് ഇവരെ രണ്ടുപേരെ കണ്ടിട്ട് മനസ്സിലാവില്ല. എല്ലാവരും അനുഭവിക്കുന്നത് ഈ കുടുംബത്തിന് ഏതാ രാമൻ, ഏതാ വളരെ ഒരങ്ങന്മാരെയൊക്കെ കണ്ടാൽ ഒരെണ്ണം മാറ്റില്ല. ആളും മണ്ണും കണ്ട തല തിരിച്ചറിയപ്പെട്ടാണ്. ഇത്രത്തോളം വാഴത്താമാല കൊടുത്തിട്ടുണ്ട്. ഏതാ രാമനെ കണ്ടു, ലക്ഷ്മണനെ കണ്ടു, വാനരത്താമരെ കണ്ടു, വാനരക്രവർത്തിയായിരിക്കും സുജീവനെ കണ്ടു, വാനയിൽ ഉപരാജാവായിരിക്കുന്ന അംഗദനെ കണ്ടു. എന്ന് നമ്മളല്ല, സ്വാമി പടവൃദ്ധരായിരിക്കുന്ന ജാമ്പവാനെ കണ്ടു. എന്നാ ഇവിടെ രാമൻ ഇവിടെ നോക്കിയാൽ കാണാറില്ല. എന്നാലും ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അതാ പിന്നെ പറയും. അതാ ഒന്ന് നേരാവണ്ണം കാണിച്ചു വൃത്താന്തങ്ങളെ കൊണ്ട് അനിക്ക് രാവിലെ നോക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ അംഗേകൃത്വോത്തമാംഗം പ്രവഗകുലവേ പാദമക്ഷസ്യം കൃത്വോത്സംഗേ ശരീരം ത്വതിഗണഗമൃഗസ്യംഗമാദായ ശേഷം പാണം രക്ഷകുലഗ്നം പ്രമുഖിതവന്യേനാദരാതീക്ഷ്ണമക്ഷോണേന ഉദ്രുക്ഷമാണ ത്വദഞ്ജവദനേ ദത്തരമോയവാർത്തേ അയം ആർത്തേ. അവൻ ആരെങ്കിലും വെള്ളം കൊണ്ടുവന്ന് ദിക്കിലേക്ക് നോക്കിയാൽ അങ്ങനെ കുറ്റം. അതാ ശിവസാരന്മാരെ അനവധി വാഴത്താമാരുടെ കൂട്ടം മാത്രമാണോ? ഒന്നുകൂടി സംസാരിച്ചത് ഒരാളുടെ ഒരു വഴക്കന്റെ പണിയില് രാമൻ വാനര സർവസൈന്യാധിപരായിരിക്കുന്ന വളരെ പ്രവൃത്തിയായിരിക്കുന്ന സുഗ്രീവന്റെ മടിയിലാണ് ഒരു കുടകളുണ്ട്. തല ഒരു പഴകിന്റെ വളരെ ചക്രവർത്തി ഈ ബുദ്ധിമുട്ടാത്ത ഈ കുരങ്ങന്മാരൊക്കെ അവിടുന്നൊക്കെ കൂട്ടിപ്പിടിച്ച് രാമൻ നന്നായി കഷ്ടപ്പെട്ട് സമുദ്ര തീരത്തെത്തി ഈ കുരങ്ങന്മാരെ കൊണ്ട് ചടകെത്തിച്ച് ഇവിടെ
കുരങ്ങിന്റെ മടിയിലാണ് ആന. എന്നാൽ ബാക്കി ശരീരഭാഗവും അല്ലേ? ശേഷം അംഗം ബാക്കിയുള്ള ശരീരഭാഗം ഒന്നാമത് തൊഴിലപ്പെട്ടാണ്. മണ്ണുപറ്റുണ്ടാകുന്ന വെച്ചോ തല ഒരു കുരങ്ങിന്റെ മടിയില്, കാല് വേറൊരു കുരങ്ങിന്റെ മടിയില്, ഉടനെ മുതൽ ഒരു തൊഴിലും ക്ഷീണം മാറ്റാൻ അവരവിടെ വന്നപ്പോ തന്നെ അന്തരീക്ഷം കൊണ്ട് ഏകദേശം മനസ്സിലായിട്ടു